Welcome back guys. അപ്പോൾ ഇന്ന് നമ്മുടെ വിയറ്റ്നാമിലെ ഡേ 4 ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഹാലോങ് ബേയിലോട്ടാണ്. അവിടെ ഒരു ഫുൾ ഡേ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് റെഡിയായി. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാബ് ഡ്രൈവർ വരും നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഹാലോങ് ബേയിലോട്ട് പോകും. അവിടുത്തെ ക്രൂസും അതുപോലെ അവിടെ കുറച്ച് സ്വിമ്മിങ് പരിപാടി, കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ്, അങ്ങനെയാണ് ഇന്നൊരു ഫുൾ ഡേ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നു. ഇനി നമ്മൾ താഴത്തേക്ക് പോവാണ്. ലോബിയിൽ നമ്മുടെ ഡ്രൈവർ വെയിറ്റിംഗ് ആണ്. സോ ടു ഹാലോങ് ബേ. Okay, today we're gonna go to visit Ha Long Bay, one of the most beautiful sightseeing in the north of Vietnam. അപ്പോൾ നമ്മൾ ഹാലോങ് ബേയിൽ എത്തിയപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടുത്തെ ഒരു പേൾ മ്യൂസിയത്തിലാണ് വന്നിരിക്കുന്നത്. ഹാലോങ്ങിൽ പേൾ മേക്കിംഗ് ആണ് ഭയങ്കര ഫേമസ്. അപ്പോൾ ഇവിടെ ഉള്ളൊരു പേൾ മ്യൂസിയത്തിലാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ. ഇതിപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന പുതിയൊരു ക്രൂസാണ് പറഞ്ഞത്. പിന്നെ ക്രൂസിന് 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സ്റ്റേ ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ 1 ഡേ സ്പെൻഡ് ചെയ്യാം. നമ്മൾ 1 ഡേ സ്പെൻഡ് ചെയ്യണ ആ ഒരു ക്രൂസാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ ഇവിടെയാണ്. അതിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുവാണ്. കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിന് പോകും. നമ്മൾ ബാംബു റൈഡിൽ പോകണേണ്. നമ്മൾ ബാംബു റൈഡ് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇപ്പോൾ ക്രൂസിലിരിക്കുവാണ്. ഇനി നമ്മൾ പോകുന്നത് സർപ്രൈസിങ് കേവ്സ് എന്ന് പറഞ്ഞ കേവ്സിലോട്ടാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ തിരിച്ച് ക്രൂസിലേക്ക് പോവാണ്. Got a Malayalam from here. Vietnam. നമ്മൾ ഭയങ്കര ഹാപ്പി ആയി. കുറെ സൗണ്ട് സോങ്സ് കിട്ടി. ഫുള്ള് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളത് റൂമിലെത്തിയേക്കുവാണ്. അപ്പോൾ
ഇത് അടിപൊളിയായിരുന്നു. ഹാലോങ് ബേയിൽ ഒരു ഫുൾ ഡേ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് വാസ് റിയലി നൈസ്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനി പോയി കിടന്ന് ഉറങ്ങണം. ഗുഡ് നൈറ്റ് ഗൈസ്. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ഗൈസ്. സോ ടുഡേ ഈസ് അവർ ലാസ്റ്റ് ഡേ ഇൻ വിയറ്റ്നാം. അപ്പോൾ നമ്മളെല്ലാവരും പയ്യെ എണീറ്റ് റെഡിയൊക്കെ ആയി. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് 12:30-ക്കാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് സൈറ്റ് സീയിങ് ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും റെഡിയായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ക്യാബ് വരും ആൻഡ് സ്ട്രെയിറ്റ് ടു എയർപോർട്ട്. അപ്പോൾ ഇതോടെ നമ്മുടെ വ്ളോഗ്സ് അവസാനിക്കുകയാണ്. അപ്പോൾ ബാക്കി വ്ളോഗ്സ് കാണാത്ത എല്ലാവരും ബാക്കി വ്ളോഗ്സൊക്കെ കാണുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു. ബട്ട് it was really amazing, really a good experience. It was worth every penny that we spent on this trip. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് നിങ്ങൾ വിയറ്റ്നാം വരാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് ദാറ്റ് ഈ ഒരു ടൈമിൽ വരാം, നവംബർ ഡിസംബർ. ഈവൻ ദോ ഇറ്റ് വാസ് ഓഫ് സീസൺ, എല്ലാം അടിപൊളിയായിരുന്നു. വിയറ്റ്നാമിൻ്റെ റിയൽ ബ്യൂട്ടി ഈ ഒരു ടൈമിൽ വന്നാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എല്ലാം ഇവിടെ കാണുന്ന എല്ലാം വളരെ അടിപൊളിയായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണിതെന്ന് എനിക്ക് തോന്നി. ആൻഡ് അങ്ങനെ നമ്മുടെ വ്ളോഗ്സ് എല്ലാം അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നാട്ടിൽ കാണാം. ബൈ ബൈ യു ഗൈസ്. വി ഹാവ് റീച്ച്ഡ് അറ്റ് ദ എയർപോർട്ട്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് ട്രാൻസിറ്റാണ്. ഇവിടെ നിന്ന് ആദ്യം ബാങ്കോക്ക്, പിന്നെ അവിടെ നിന്ന് ഡയറക്റ്റ് കൊച്ചി. അപ്പോൾ അങ്ങനെ നമ്മുടെ വിയറ്റ്നാം ട്രിപ്പ് ഇന്ന് അവസാനിക്കും. എല്ലാ വ്ളോഗ്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണുക. ആൻഡ് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് കുറച്ച് ഫ്ലോസ് ഒക്കെ ഉണ്ട്. ബട്ട് ഞാൻ ഇനി എല്ലാം സെറ്റാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഈ വ്ളോഗ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുക. അപ്പോൾ ഇനി നാട്ടിൽ കാണാം. ബൈ ബൈ.